Welcome to Nosh Blends. In the fish fry recipe ആണ്. നോർമൽ ഫിഷ് ഫ്രൈ ചെയ്ത് ബോറടിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്, അടിപൊളിയായിട്ട് വന്നു. സ്പെഷ്യൽ മസാലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. സിമ്പിൾ റെസിപ്പിയാണ്. ഫിഷ് ഫ്രൈ ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ദിസ് റെസിപ്പി ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം. ഇന്ന് ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ് ഞാൻ ചെയ്യുന്നത്. പ്രത്യേകതരം മസാല നമ്മൾ മിക്സർ ഗ്രൈൻഡറിൽ അരച്ചെടുത്താണ് ഫിഷ് ഫ്രൈ ചെയ്യുന്നത്. ഇത് സാധാരണ ഫ്രൈ ചെയ്യുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ 1/2 കിലോ മീനാണ് ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഫിഷ് മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ജാറിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുത്തു, 6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, 2 തണ്ട് കറിവേപ്പില, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് ഇനി നമുക്കിത് നന്നായി അരച്ചെടുക്കാം. ഇത് ഞാൻ അടിച്ചപ്പോൾ ശരിക്കും അടിഞ്ഞിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഇതിപ്പോൾ ശരിക്കും അടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ അരച്ചെടുത്ത അരപ്പിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. മസാല ഉണ്ടാക്കുന്നതിനുള്ള ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വെളിച്ചെണ്ണയായിരുന്നു, അതും ആഡ് ചെയ്തു. ഇപ്പം മസാല റെഡിയായി. ഇത് നമുക്ക് മീനിൽ നന്നായി പുരട്ടി വയ്ക്കണം. മീനിൻ്റെ 2 സൈഡും നന്നായി പുരട്ടി വയ്ക്കാം. അപ്പോൾ മസാല ഉണ്ടാക്കുമ്പോൾ ചെറിയ മീനൊക്കെ ആണെങ്കിൽ ലൈം ജ്യൂസിന് പകരം വെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എരിവും നിങ്ങളുടെ ഇഷ്ടം പോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. വെളുത്തുള്ളി ഇഞ്ചിയും ഓവറായിട്ട് ആഡ് ചെയ്യരുത്, അപ്പോൾ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് നമുക്ക് കിട്ടുകയില്ല. ഇപ്പോൾ ഞാൻ മീനിൽ എല്ലാ അരപ്പും പുരട്ടി വെച്ചു. ഇതൊരു 15 മിനിറ്റ് നമുക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി വെക്കാം. പാനിൽ എണ്ണ ഒഴിച്ച് അതിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുരട്ടി വെച്ച മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റേ സൈഡിലേക്ക് മറിച്ചിടാം. മീൻ 2 സൈഡും മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം.